ഡാഡിയേ ഡാഡിയേ 10 മണിയായി. 10 മണി 10 മണി 10 മണിയാ? എന്താ പിന്നെ കുറച്ചേരം ഇങ്ങനെ നോക്കാം. അല്ല ഡബിങ്ങിനൊന്നും പോണില്ലെന്ന്. ഇന്ന് ഡബിങ് ഒന്നും ഇല്ലടാ. മമ്മിയെ ഡാഡി ഉണ്ടല്ലോ ഡബിങ്ങിൽ ഡബിങ് ഉണ്ടെങ്കിൽ മാത്രം നേരത്തെ എനിക്ക് എവിടെ എവിടെ ഡാഡി? അല്ല ഡാഡി എവിടെ? ഇപ്പൊ അവിടെ കിടക്കണ്ടായിരുന്നതാ. ചിലപ്പോ ബാത്റൂമിൽ വേണം. അവിടെ ചിലപ്പോ ഉമ്മർത്ത് പോയിട്ടോ. ഞാൻ പോയി നോക്കാം. ആ എന്റെ കാറ് അമ്പടെ ഡാഡിയെ മമ്മിയെ മമ്മിയെ വേഗം വാ. കള്ളനോ? കള്ളൻ തന്നെയാ, പക്ഷെ നമ്മുടെ വീട്ടിലത്തെ കള്ളനാണ്. അത് ശരി, ഈ കള്ളനായിരുന്നു അല്ലേ? എന്താ കള്ള കുടുങ്ങിപ്പോയാ? എന്താ ഞാൻ സഹായിക്കണ? പൈസ വെച്ചോ. കേറി കിടക്കുമ്പോ ആലോചിക്കണേ എന്റെ അടിയിൽ അടി വീണ്ടും കൂടിയ കാര്യം ഓർത്തില്ല. വേണ്ട, ആവശ്യമില്ലാത്തവരോ പണിക്ക് പോയിട്ട് നേരത്തെ എണീക്കാൻ പറ്റില്ലല്ലോ, അതാണ്. എന്ത് ആവശ്യമുണ്ട് ഡാഡിയെ? ഇത് കണ്ടിട്ടാട്ടാ ഞങ്ങള് പഠിക്കുന്നത്. അല്ല എന്റെ കാറ് തന്നെ. കഷ്ടം. വല്ല ആവശ്യമുണ്ട് അതിന്റെ മക്കളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്? ആ നേരം വല്ല യൂട്യൂബ് കണ്ടന്റ് ഉണ്ടാക്കിക്കൂടെ? ഹലോ. ഹലോ. പറ അമ്മായി. ഞാൻ ഇന്ന് അങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങൾ അവിടെ ഉണ്ടാവില്ലേ? ഞങ്ങളിവിടെ ഉണ്ടാവും. എന്നാ ഞാൻ വൈകുന്നേരം എത്താട്ടാ. പോരെ പോരെ. ഓക്കെ, എന്നാ ശരി മോളെ. ശരി. അച്ചായ അമ്മായി വരുന്നുണ്ടെന്ന്. അമ്മായിയൊക്കെ വിളിച്ചേ. ഈ ആഴ്ച ഒരു 4ാമത്തെ പ്രാവശ്യം വരുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒന്നും ചെയ്യല്ലേ. നീ ഉണ്ടാക്കി കൊടുക്കുന്ന ചായ അവർക്ക് അത്ര ഇഷ്ടമാണെന്നിട്ട് വരുന്നത്. ചായ മാത്രമല്ല, ചായ, ബിസ്ക്കറ്റ്, പപ്സ് എല്ലാം കൂടി കൊടുക്കണെന്തിനാ? പഞ്ചസാര, പാല്, അല്ലെങ്കിൽ മനുഷ്യന് വരുമാനില്ല. അതിനിടയിൽ കൂടെ ഒരു അമ്മായി. ഇനിയിപ്പോ എന്ത് ചെയ്യും? നാലുട്ടാലോ. നടക്കുന്ന കാര്യം പറ. അത് ശരിയാ. ഞാൻ എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിക്കണം. കിച്ചുന്റെ വല്ല ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയ ഉണ്ട്. എന്താ? വാട്സാപ്പിൽ വന്നൊരു ഐഡിയ ആണ്. ഒന്ന് പയറ്റി വെക്കാലോ. പറ. ഇനി അമ്മായി വരാണ്ടിരിക്ക ഒരു ഐഡിയ ഉണ്ട്. എന്ത് ഐഡിയ? ഗ്രീൻ ടീ. ഇത് തന്നെ ഞാൻ നിന്നോട് പറയാൻ വന്നത്. അതെങ്ങനെ? ഇപ്പൊ അടുത്ത് വാട്സാപ്പിൽ വന്നതാ. നമ്മളെ ഗ്രീൻ ടീ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചപ്പോ ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്തൊരു ഗുണമാണ് ഒരുത്തൻ പറഞ്ഞത്. നമ്മള് ഗ്രീൻ ടീ കുടിക്കുന്നത് എന്തിനാ? അതെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പാലോ പഞ്ചസാരയോ നമ്മളതിൽ ചേർക്കില്ല. അതിന്റെ ഒപ്പം നമ്മൾ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മധുര പലഹാരങ്ങളോ ഒന്നും കഴിക്കില്ല, ആണല്ലോ. 2 കാര്യമാണ് അതുകൊണ്ട്. ഒന്ന് ആരോഗ്യം സംരക്ഷിക്കും, ഒന്ന് ചെലവ് കുറയും. ഇനി 3ാമത്തെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ശത്രുക്കള്, അതായത് ഇങ്ങോട്ട് വരണ്ട എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാർ വരുമ്പോൾ ഈ ഗ്രീൻ ടീ കൊടുക്കുക. അപ്പൊ അവരെന്ത് വിചാരിക്കും? നമ്മൾ ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഗ്രീൻ ടീ അവർ തന്നത് എന്നല്ലേ വിചാരിക്കുള്ളൂ. അല്ലാതെ പാലിന് പഞ്ചസാരയുടെ കാര്യം ആരോഗ്യമില്ല. അത് നമുക്കല്ലേ അറിയുള്ളൂ. നമ്മൾ അമ്മായി വരുമ്പോ നമ്മൾ ആരോഗ്യം സംരക്ഷിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ. അപ്പൊ അമ്മായി വരുമ്പോ നീ പതിവിൽ കൊടുക്കുന്ന ചായക്ക് പകരമായി ഗ്രീൻ ടീ കൊടുക്കുക. അപ്പൊ ഒറ്റ പ്രാവശ്യം അമ്മായി കുടിച്ചാൽ പിന്നെ ഈ വഴിക്ക് വരുമോ? അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ ആണല്ലോ. അതിനെവിടെ ഗ്രീൻ ടീയുടെ പൗഡർ ഇല്ലല്ലോ. ഞാൻ ഒരു 3-4 ദിവസം മുന്നേ തടി കുറയ്ക്കാൻ വേണ്ടി ഗ്രീൻ ടീയുടെ പൗഡർ വാങ്ങിയല്ലോ. അയ്യോ, അതൊക്കെ പൂത്തുണ്ടാവും.
പൂത്തോട്ടെ, അതാവുമ്പോ ഡബിൾ സ്ട്രോങ് അല്ല. പിന്നെ അമ്മായി ജന്മണ്ടെങ്കിൽ വഴിക്ക് വരില്ല. അത് മോശല്ലേ? ഒരു മോശമില്ല. നിനക്ക് അമ്മായിനെ കൂടെ വരുത്താണോ വേണ്ടത്? അയ്യോ വേണ്ട. അല്ലല്ലേ? കൊടുകൈ കിച്ചോ. അപ്പോ അമ്മായിക്ക് വേണ്ടി നമ്മൾ ഇന്ന് ഗ്രീൻ ടീ ഉണ്ടാക്കി കൊടുക്കുന്നു. ഓക്കെ, സെറ്റ്. മമ്മിയെ അമ്മായി വിളിക്കുന്നുണ്ട്. എന്താണാവോ? ഹലോ അമ്മായിയെ. മോളെ, ആ അമ്മായി ഒരു കാര്യം പറയാൻ വിളിച്ചതാ. എന്താ അമ്മായിയെ? എന്റെ അമ്മായി വന്നില്ലേ? അതല്ല മോളെ, അമ്മായി ഇപ്പൊ ആരോഗ്യം നോക്കാൻ വേണ്ടി പാലും പഞ്ചസാരയും ഒക്കെ അങ്ങോട്ട് ഒഴിവാക്കി. അവിടെ ഗ്രീൻ ടീ ഇരിക്കുണ്ടാവൂല്ലേ? ഇല്ലെങ്കിലേ ഒരാഴ്ച ഞാൻ അവിടെ ഉണ്ടാവും. ഗ്രീൻ ടീ വാങ്ങിച്ചു വെച്ചോളൂട്ടാ. അമ്മായി